എക്സാമിന് ബിസിനസ് സ്റ്റഡീസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ചാപ്റ്റർ ആണ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അതിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ പാർട്ട്ണർ ഹു ഡസ് നോട്ട് ടേക്ക് പാർട്ട് ഇൻ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ബട്ട് കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ. ഓക്കെ, നമുക്ക് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് പഠിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഡസ് നോട്ട് ടേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, ബട്ട് സെയിം ടൈപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, അതിലേക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ എന്താണ് പറയുന്നത്? ആക്റ്റീവ് പാർട്ട്ണർ എന്നാണോ? അല്ല, ആക്റ്റീവ് പാർട്ട്ണർ എല്ലാത്തിലും ആക്റ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ അതല്ല ആൻസർ വരുന്നത്. നോമിനൽ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് മാത്രമേ അവിടെ ലെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, അപ്പോൾ നോമിനൽ പാർട്ട്ണറും അല്ല. ഓക്കെ, പിന്നെ വരുന്നത് ഏതാണ്? സ്ലീപ്പിംഗ് പാർട്ട്ണർ ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? യെസ്, ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും അതേസമയം ബിസിനസ്സിന്റെ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുകയും ചെയ്യുന്നില്ല, ബട്ട് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതാണ് സ്ലീപ്പിംഗ് പാർട്ട്ണർ. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ് വരുന്നത്? സ്ലീപ്പിംഗ് പാർട്ട്ണർ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഫോം ഓഫ് ബിസിനസ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ സ്കെയിൽ സിംഗിൾ ഓണർ ബിസിനസ്? ഇതിന്റെ ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കമന്റ് ചെയ്യാവോ. ജസ്റ്റ് അപ്പോൾ ഓർത്തിരിക്കേണ്ട പോയിട്ട് സ്മോൾ സ്കെയിൽ ആണ്, സിംഗിൾ ഓണർ ബിസിനസ് ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആണോ, പാർട്ട്ണർഷിപ്പ് ആണോ, സോൾ പ്രൊപ്പർഷിപ്പ് ആണോ, അതോ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണോ? ആൻസർ താഴെ കമന്റ് ചെയ്യും.